ഈ ദുനിയാവാകുന്ന വിശാലമായ ദുനിയാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമില്ലേ ഒരു കാലം വരാനുണ്ട്. എങ്ങനത്തെ കാലമാണെന്നറിയോ? ഹിമ്മത്തുഹും ബുതൂനുഹും വശറഫുഹും മതാഉഹും വഖിബ്ലത്തുഹും നിസാഉഹും വദീനുഹും ദറായിമുഹും ദനാനീറുഹും ഉലൈക ശർറുൽ ഖൽഖി ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹി. എങ്ങനത്തെ കാലമാണെന്നറിയോ? എല്ലാവർക്കും പല്ലിന്റെ പ്രശ്നമാണ്, വയറ്റിന്റെ ഹല. എല്ലാരും ചിന്തിക്കുന്നതിന്റെ പള്ള നിറക്കണല്ലേ, അത് കട്ടിട്ടായെങ്കിലും അതാരെയും കൊത്തിട്ടായെങ്കിലും നിറക്കണമെന്നല്ലേ നോക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. ഹിമ്മത്തുഹും ബുതൂനുഹും, അവരെ മനസ്സെപ്പോഴും പള്ളിയിലാണ്. വയറ് നിറക്കാൻ ഓടുകയാണ്, ചാടുകയാണ്. ദീനില്ലാതെ ഹറാമായ നിലക്കുള്ള ജീവിതം. സുബൈക്ക് എണിച്ചിട്ട് നോക്കുന്നത്, റബ്ബേ ഒരു 500 രൂപ ആവണം. ആരെ തട്ടിട്ടായെങ്ങാവും, ആരെ കൊന്നിട്ടായെങ്ങാവും അല്ലേ ചിന്തിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലി, മനുഷ്യനിക്കുള്ള അത്യാഗ്രഹം പള്ളിയിലേക്കാണ്. പിന്നെയോ വഖിബ്ലത്തുഹും നിസാഉഹും, അവരെ ഖിബ്ല എപ്പോഴും പെണ്ണുങ്ങളെടുത്താൻ. പെണ്ണുങ്ങൾ ചെല്ലിയവനെ ഏത് വിഷയവും ഞങ്ങളുടെ പെണ്ണുങ്ങൾ എന്നിട്ട് ചെല്ലുന്നതുപോലെ ചെല്ലില്ലേ. ഒരു പെണ്ണിനിക്ക് ഭയപ്പെടുന്ന ഒരു കാലം വരും. അല്ലാഹു ജമല കാക്കട്ടെ. ഇനി കുറച്ചു നാളം കയ്യട്ട് പ്രസിഡന്റ് പാത്തുമ്മ പള്ളിന്റെ, സെക്രട്ടറി ഖദീജമ്മ, മുക്കുരിക്ക പാത്തുമ്മ, മുക്കുരിച്ചി പോത്തുമ്മ. അപ്പൊ ഞങ്ങൾ എന്താക്കണോ? മരിക്കണോ? അല്ലാഹു ജമല മരിപ്പിക്കട്ടെ. ആമി എല്ലാരും ചൊല്ലിട്ടില്ലേ? അപ്പൊ കൊസിയാവല്ലേ എനിക്ക് പെണ്ണുങ്ങൾ അധികാരത്തിൽ കയറുമ്പോ. وأموركم إلى نسائكم فبطن الأرض خير من ظهرها. حبيب محمد مصطفى، حبيب محمد مصطفى. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി, പെണ്ണുങ്ങൾക്ക് അധികാരം വന്നോ എല്ലാ കാര്യം പെണ്ണുങ്ങളിലേക്കായി പോയാൽ എന്റെ മുഅ്മിനീങ്ങളെ, നല്ലൊരു അവസ്ഥ, നല്ലൊരു കാലം, നമ്മളെ എല്ലാം മുഷാവറയുടെ കാലം. ഏത് പണിയെടുക്കുന്ന മുഷാവറ കേട്ടിട്ട് നാളാളോട് കേട്ടിട്ട് സ്വന്തമല്ല. പിന്നെ പണക്കാർ, നല്ല ധർമ്മിഷ്ഠന്മാർ, കേട്ടെങ്കിൽ മദ്രസക്ക് കൊടുക്കുന്നവരോ, പള്ളിക്ക് കൊടുക്കുന്നവരോ, പാവങ്ങളെ സഹായിക്കുന്നവരോ, അങ്ങനത്തെ ഒരു കാലമാണ് ഖൈർ എങ്കിൽ ഭൂമിന്റെ മേൽഭാഗമാണ് ഖൈർ. അല്ല, പെണ്ണുങ്ങൾക്കാണ് അധികാരം വരുന്നുവെങ്കിൽ, പെണ്ണുങ്ങളാണ് പള്ളി പ്രസിഡന്റ് ആവുന്നുവെങ്കിൽ, പെണ്ണുങ്ങൾ നാട് ഭരിക്കുന്നുവെങ്കിൽ ഖൈർ നിങ്ങൾക്ക് മേൽഭാഗമല്ല, നിങ്ങൾക്ക് ഭൂമിന്റെ അടിഭാഗമാണ് ഖൈർ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾ അല്ലാഹു ഖൈറിലാക്കട്ടെ. നമ്മളെ പെണ്ണുങ്ങൾ ഖൈറായെങ്കിൽ ഞങ്ങൾ വിജയിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ ഒരു ഹദീസുണ്ട്, ദുനിയാവിൽ 3 കാര്യം നമുക്ക് കിട്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു പോയി. അത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, അതിന്റെ സമയം നമുക്കില്ല. ഈ പെണ്ണെ ഞാൻ നോയിക്കൊണ്ടുള്ള പണ്ടത്തെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കേട്ടവല്ല, ಸ್ವಾಮಿ ನನ್ನ ಕಣ್ಣಲ್ಲಿ ಎರಡರು ಕಾಣುತ್ತದೆ, ಏನ್ ಮಾಡಬೇಕು? ಅಪ್ಪ ಡಾಕ್ಟರ್ ಕೇಟಂತರಿಯೋ, ನೀವು 4 ಜನ ಬಂದಿದ್ದೀರಾ ಸ್ವಾಮಿ, ಡಾಕ್ಟರ್ 4 ಕಾಣ.
ആ അവസ്ഥക്ക് ഞങ്ങൾ എത്തിനിപ്പ. എന്താക്കുന്നേ ഉസ്താദ് നിപ്പിക്കുന്ന മാതിരി ഇല്ല. പോണെന്നായിരവോ ഇന്നലെ പോണെന്നേരായി ഇന്നും ആന്നാ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല എന്റെ സമയം. എനിക്ക് ആരോഗ്യം കുറവുണ്ടെങ്കിലും ഇനിയും 3 മണിക്കൂർ നിന്നെങ്കിൽ എനിക്ക് മടി വരാല. എന്തേ എനിക്കല്ലാ ആരോഗ്യം ഏറ്റിത്തരുന്നു. ഇന്ന് ടെസ്റ്റ് ആക്കിയിട്ട് ഞാൻ വന്ന ഷുഗർ ഫാസ്റ്റിൽ എനിക്ക് 300 ഉണ്ട്. അള്ളാഹു കാക്കട്ടെ. എനിക്ക് മരുന്ന് എന്നിട്ട് അറിയോ നിങ്ങക്ക്? ഗുളിക മാത്രല്ല, കുമ്പൂൾ തറവാട്ടിലെ ഒരു തങ്ങളുണ്ട്, കാത് കേൾക്കാത്ത തങ്ങൾ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. വലിയാണത്, സംശയമില്ല. 18 വർഷത്തിന് മുമ്പ് ഞാൻ പോയി. എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 25 കൊല്ലം കഴിഞ്ഞു. 18 വർഷത്തിന് മുമ്പ് ഞാൻ പോയിട്ട് തങ്ങളടുത്ത് പറഞ്ഞു, തങ്ങളെ എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ തങ്ങ ചൊല്ലി, ഫൈസി ഷുഗർ റഹ്മത്താ, യാ ഹയ്യു യാ ഖയ്യൂം ദിക്ർ ചൊല്ലിക്കോ. ഞാൻ പതിവാക്കി, യാ ഹയ്യു ഏ ജീവനുള്ള അല്ലാഹ്, യാ ഖയ്യൂം ഏ നിയന്ത്രിക്കുന്ന റബ്ബേ. ഈ ദിക്ർ ഇങ്ങനെ പതിവാക്കിട്ടിരിക്കുമ്പോ ഇതിന്റെ അടുത്ത് ഞാൻ പോയി തങ്ങളടുത്ത്. തങ്ങ എന്നെ കണ്ടപ്പാട് കേട്ട്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവേ. എന്നെ കണ്ടപാട് ചോദിച്ചു, 18 വർഷത്തിന്റെ ശേഷം വന്ന ഫൈസി, നിങ്ങളുടെ ഷുഗർ എങ്ങനെയുണ്ട്? ഒരു ഗുളിക ഞാൻ മാറ്റി തരുന്നു. ഇന്ന് മുതൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 99 പ്രാവശ്യം ഊതിട്ട് വെള്ളം കുടിച്ചോ. ഷുഗർ അല്ലാഹു ശിഫയാക്കി തരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഗുളിക കഴിക്കുന്നത് കാരണമാണ്, കഷായം കുടിക്കുന്നത് കാരണമാണ്, ഡോക്ടറെ സമീപിക്കുന്നത് കാരണമാണ്. പക്ഷേ ഞങ്ങളെ രോഗം ശിഫയാകാൻ ഖുർആനിൽ മരുന്നുണ്ട്, ഖുർആനിൽ മരുന്നുണ്ട്, ഹദീസിൽ മരുന്നുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്. ക്യാൻസർ ശിഫയാകണോ? ചൊല്ലു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബദരീകളൊന്ന് വിളിക്കൂ, മികായിൽ ഒന്ന് വിളിക്കൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവരാണ് പരിഹാരം. മുഅ്മിനീങ്ങളെ, യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത് ഹൈലതി അദിരിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അതബോടുകൂടെ, അത് മക്കത്ത് പോയെങ്കും മദീനത്ത് പോയെങ്കും സദസ്സിൽ നിന്നെങ്കും, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ. മൗലിദിന്റെ മജ്ലിസിൽ ശബ്ദം ഉയർത്തണ്ട. എന്ത് ശബ്ദം? അനാവശ്യമായ ശബ്ദം ഉയർത്തണ്ട. ഉമ്മമാരെ, പുറത്ത് ഉസ്താദന്മാര് മൗലിദ് ഓതും, നിങ്ങൾ അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം പറയണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സാണ് ഉമ്മമാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തും ദിക്ർ ചൊല്ലുമ്പോ അവിടെ ശബ്ദം അനാവശ്യമായി ഉയർത്തണ്ട. ഞങ്ങളെ അമല് നഷ്ടപ്പെട്ടു പോവും, ഞങ്ങളെ നിസ്കാരം നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറയുന്ന സദസ്സിൽ അതബോടെ ഇരുന്നിട്ട്, യാ സയ്യിദി, ഞങ്ങളെ മനസ്സെല്ലൊന്ന് തുറന്നിട്ട് നെഞ്ചി ഫസാദ് വലിച്ചെറിഞ്ഞിട്ട്, അവന്റെ മുഖം നോക്കൂല, ഓന്റെ മുഖം നോക്കല എന്നല്ല, എല്ലാവരും മുഖം നോക്കി സന്തോഷിച്ചിട്ട്, ആരോട് അരിശം വെക്കാതെ, ദേഷ്യം വെക്കാതെ, അസൂയം വെക്കാതെ, നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെ സലാത്ത് ചൊല്ലുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ ഹമീദുല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്തുതിക്കുന്നത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാലെന്ന നാട്ടില് മുഹമ്മദ് എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിട്ടുണ്ട്. അവനിക്ക് വിഷമമുണ്ട്, അല്ലാ വിഷമൊന്ന് തീർത്തു കൊടുക്കല്ലാ. ഹബീബൊന്നു ദ്വേറന്നാൽ ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ചൊല്ലു അസ്സലാത്തു എല്ലാരും ഇങ്ങോട്ട് വരും. ഒരൊറ്റ അപ്പുറം പോകണ്ട, എല്ലാം ഇപ്പുറം വരും. പൈസ കേൾക്കാനൊന്നുമല്ല, പൈസ നല്ലോണം നിങ്ങൾ ദർശനം കൊടുത്തവരായിരിക്കും. ഇന്നലെ 500, 1000, 2000, 3000 എല്ലാം കൊടുത്തവരെന്നെ. ഗൾഫിലുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് നല്ല ബർക്കത്ത് അല്ലാഹു കൊടുക്കട്ടെ, അവർക്ക് നല്ല ജോലി അല്ലാഹു കൊടുക്കട്ടെ. അവരിപ്പോ കണ്ടുകൊണ്ടുണ്ട്, വഅദ് കേട്ടുകൊണ്ടുണ്ട്. ഞാനിപ്പോ തുടങ്ങിയ വഅദ് പൂർത്തിയാക്കണമെങ്കിൽ 2 ദിവസമെങ്കിലും വേണം. ഞാൻ തുടങ്ങിയിട്ടേ ഇല്ല. ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം അങ്ങനെ ചൊല്ലാൻ തുടങ്ങി. നല്ലോണം ചൊല്ലാനുണ്ട്. സമയമായതിന്റെ പേരിൽ പോരുന്ന കാലായി പോണുന്നതിന് എന്നെ നിർത്തണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. കണ്ട കുറച്ച് ആരായി ബേജാറാക്കിയിരുന്ന അള്ളാഹുന്റെ ഇൽമു കേൾക്കാൻ വേണ്ടി സമയം നമ്മൾ എടുത്തതിൽ അള്ളാഹു ഉറക്ക് ഞങ്ങളെ കണ്ണ്, ഉറങ്ങാത്ത കണ്ണ് അള്ളാഹു നാല ഖൈറായ കണ്ണിന്റെ കൂട്ടത്തിലാക്കി തീർക്കട്ടെ. നമ്മളെ നാട്ടിൽ ചന്തത്തിന്റെ ഒരു മദ്രസ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത കൊല്ലൊന്നുമല്ല, റമദാനിന് മുമ്പന്നെ നല്ലൊരു പുതിയതായ ഒരു മദ്രസ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ നമുക്ക് വേണ്ട മദ്രസ. നമ്മളെ പൊരനേക്കാൾ ചന്തത്തിന്റെ ഒരു മദ്രസ, നമ്മളെ കിടാക്ക പഠിക്കുന്ന നല്ലൊരു എയർ കണ്ടീഷൻ മദ്രസ. ഇന്ന് ലോകത്തിലെ പള്ളികൾ എയർ കണ്ടീഷൻ ആവുമ്പോ ഞങ്ങളെ മദ്രസ എയർ കണ്ടീഷൻ ആവണം. ലോകത്തിലുള്ള വീട് 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 ഡബിൾ 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 മാലിക നമ്മൾ കെട്ടുമ്പോ നമ്മളെ മദ്രസ ഒന്ന് മാലിക ആവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാരും മനസ്സിൽ കരുതിക്കോ, ഒമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ ഒരു നല്ല നീയത്താക്കിയെങ്കിൽ ഫലം യഅമൽഹ, അവൻ അമൽ ചെയ്തില്ലെങ്കിലോ അവനക്ക് കൂലിയുണ്ട്. ചെയ്തെങ്കിലോ 100, 70, 700 ഇരട്ടി ഇരട്ടി അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു നൽകട്ടെ. നീയത്താക്കി റബ്ബേ എന്റെ ഇല്ല കൊടുക്കുന്നു. ഇപ്പൊ ഈ കൂട്ടത്തിൽ പണക്കാരായ എനക്കൊന്നുണ്ട്. ഉസ്താദിന് ചിലപ്പോ കോലൂർ ഉസ്താദിന് അറിയപ്പെടുന്ന അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ തങ്ങളുണ്ട്, നമ്മളെ എന്ത് ഗാന്ധിനഗരത്തിന്റെ ഉസ്താദിന്റെ മോൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഒരു തങ്ങളുണ്ടല്ലേ, ഞങ്ങൾ തങ്ങന്മാര് ചെറുതെങ്ങും വലുതായെങ്ങും പാൻറ്റിട്ടെങ്ങും ചട്ടയിട്ടെങ്ങും ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരേ പോലെ ആവണം. നബിന്റെ കുടുംബത്തെ പിരിച്ചം വെക്കുന്ന ചെറുത് വലുതുന്നില്ല. അവർ ജീരിക മുളവണ്ണി നമ്മളത്തെ ഈ കാട്ടുമുളക് ഒന്നും അല്ലെങ്കിൽ ഭരിക്കണ്ട. അത് ഒറിജിനൽ മുളക്, അതിൽ കാരുണ്ട്. അവരൊന്നു നന്നായി ഒരു നോക്കൂകിൽ അല്ലേ ബർക്കത്ത് ഗ്യാരണ്ടി തന്നെ. ഓതോണൊന്നില്ല ഫൂന്നാക്കണമെന്നില്ല. നോക്കിയാൽ മതി തങ്ങന്മാർ ബർക്കത്ത് തന്നെ. തങ്ങ ഒന്ന് ഊതുരസ്ഥ മതിയായിട്ട് ഊതുരസ്ഥ തീരാ. കൈ മുത്തി മുതൽ പിന്നെ മുത്തിന് റബ്ബെ നമ്പളാക്കുന്നു. അത് പാടില്ല. തങ്ങന്മാർ മുത്തോണൊന്നില്ല. അവരൊന്നു നന്നായി ഒരു നോക്കുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. അപ്പൊ ഞങ്ങൾ ഉറങ്ങുമ്പോ ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ മേൽ ഫാത്തി ഊതിട്ട് കിടക്കണം. താജുൽ ഉലമ, ശംസുൽ ഉലമ, കന്നത്ത് ഉസ്താദ്, വറക്കൽ മുല്ലക്ക. ഞങ്ങൾക്ക് വേദമില്ല, പാർട്ടി ഇല്ല. ഞമ്മ ഒരേ പാർട്ടി, ടീ പാർട്ടി അല്ല, ഒറിജിനൽ പാർട്ടി, സുന്നത്ത് ജമാഅത്തിന്റെ പാർട്ടി. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സഹായിക്കുന്ന പാർട്ടിയിൽ ഞമ്മ ഇല്ല. അത് ഏത് പാർട്ടിയാണ്? നമ്മളെ ഒരു ചങ്ങായി പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് ആ ചങ്ങായി പാട് കെട്ടുന്ന ആ ഗ്രൂപ്പിൽ ഞമ്മയില്ല. ഉണ്ടാ
ഇല്ല, അള്ളാഹു കാക്കട്ടെ. അത് ഏത് പാർട്ടിയായോ പേര് ചില ഉസ്താദ് ശരിക്കും അറിയട്ടെ. AP ഉസ്താദ്, ഉസ്താദ്. ഞമ്മ ആരോടൊന്നില്ല, വെറുപ്പില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ആര് സഹായിക്കുന്ന ഒരു ചങ്ങായിപ്പാട് നമുക്കില്ല. ഒരു വിദ്അത്തുകാരനെ ആരെങ്കിലും സഹായിച്ചെങ്കിൽ, ബഹുമാനിച്ചെങ്കിൽ അവന്റെ അമല് ബാത്തിലായി പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവൻ ദീന് പൊളിച്ച പോലെ ഫഖദ് ഹദമദ്ദീൻ ഫഖദ് ആന അലാ ഹദമദ്ദീൻ ഹദീസിലുണ്ട് അല്ലേ? ഒരു വിദ്അത്തുകാരനെ ഒരാൾ ബഹുമാനിച്ചു എന്നെങ്കിൽ അവൻ ദീനിനെ പൊളിക്കുന്നതിന് സഹായിച്ച പോലെ. അങ്ങനത്തെ കൂട്ടരോട് ഞമ്മ ചങ്ങായിപ്പാട് പാടുണ്ട. ഞങ്ങൾ സലാം എന്തിന് ചെല്ലുന്നില്ല? ഞാൻ ബേജാറില്ല. ഞമ്മലെ മുശ്രിക്കാക്കുമ്പോ ഞമ്മ സലാം എന്തിന് ചെല്ലുന്ന റബ്ബേ? അല്ലാഹു കാക്കട്ടെ. ഞമ്മലെ സംസുലമാന മുശ്രിക്കെന്ന് ചെല്ലിയ ഓരോട് ചങ്ങായിപ്പാട് വേണം നമുക്ക്. അല്ലാഹു കാക്കട്ടെ. ആ വിഷയത്തിൽ ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. ചെല്ലെങ്കിൽ ഏറായി പോകും, ചെല്ലില്ലെങ്കിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. പഠിച്ച റബ്ബ് നമ്മൾ ഈമാൻ സലാമത്താക്കട്ടെ. ഓൺലൈനിൽ കേൾക്കുന്ന നമ്മളെ ചെറുപ്പക്കാർ ഗൾഫിലെല്ലാം ഉണ്ട്. നല്ലോണം സഹായിക്കണം. മദ്രസ വേഗം തുടങ്ങും അല്ലേ? അന്ന് പൂർത്തിയാക്കട്ടെ അല്ലേ? ഇന്നലെ എത്ര കൊടുത്തിന്? 2000 മതിയാവല്ലേ? 5000, 10,000, 1 ലക്ഷം കൊടുക്കണം. കല്ല്, സിമെന്റ് പെണ്ണുങ്ങൾ നോക്കി റെഡിയാക്കി വെച്ചിന്. നാളെ ചെല്ലോലി മാപ്പിളമാരോട് ചെല്ലിക്കുന്ന ഗ്യാരണ്ടി. അത് എങ്ങനെ ഇപ്പൊ ഇന്ന് ഉറങ്ങുമ്പോ വിസ ഇതന്നെ ആക്കണം ഉമ്മമാരെ. നിങ്ങളെ കൊസിയാക്കി മതിയാവല്ല. ഞങ്ങൾ ഞങ്ങളെ ദർശന കൊസിയാക്കോ. നാളെ എനക്ക് 2 അൽക്കത്തുണി ഞാൻ കൊടുക്കട്ട. ഓക്കെ, നിങ്ങൾ ഏക്കെന്ന് കേക്കണ്ട. മോതിര കൊടുക്കട്ട. ഓക്കെ, യാക്കെന്ന് കേക്കണ്ട. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഇന്നെന്തു കേക്കല. കാരണം നിങ്ങൾ നാളെ ഉസ്താദ്, നാളെ ബംഗാറ് എല്ലാം നാളെ പറഞ്ഞു. ഇന്നിപ്പാര് തരുന്നവരുണ്ടാരും. ഒരു 2000, 3000, 4000 ഞങ്ങൾക്ക് അങ്ങനത്തെ ആദത്തില്ല കേൾക്കുന്നേ. തന്നെ ഞാനൊരു മോതിരക്കാരൻ ഞാൻ മക്കത്ത് വരും കടന്നു 1000 എടുക്കും നോക്കാം. ഞങ്ങൾ ദർശനം കുറച്ച് കാശാവണ്ടല്ലേ. എന്റെ കീസിലുണ്ട് നോക്കട്ടെ. ഉണ്ടായിട്ട് പോയിനാന്നറിയാം. ഉണ്ടോ ഉസ്താദ്? കീസിലൊരു മോതിരക്കല്ല് പിടിച്ചുണ്ട്. ഉണ്ട്, നല്ലൊരു മോതിരക്കാരൻ 35 റിയാൽ കൊടുത്തു. അതാ ബർക്കത്താക്കട്ടെ. നല്ല സാധനം. ഇത് ഹഖീഖ എന്റെ ഇത് ഹയാത്തുള്ള കള്ളിയെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നത്. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഈ ഒരു മോതിരക്കല്ല് കെട്ടിട്ട് മോതിരാക്കിട്ട് ഇടുന്നവർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഓരോ കല്ല് വേണം. നിങ്ങൾ കേൾക്കുവാണ്. എല്ലാം ഒരു കല്ല് ഡെയിലി എല്ലാവർക്കും സദഖ കഴിഞ്ഞ കൂലി കിട്ടട്ടെ. നക്ക ഇതിന് നല്ലൊരു സംഖ്യ ചെല്ലി. ഇത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എന്റെ വകയിൽ. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഞാൻ വന്ന കാറിന്റെ പാടിക്ക് എന്റെ പാടിക്ക് എല്ലാം ആണല്ലോ. അപ്പൊ ഇതിന് പൈസ അല്ലാഹു ബർക്കത്താക്കട്ടെ. അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ബേജാറാക്കിയല്ലേ. അല്ലാഹു ഖൈറിലാക്കട്ടെ. നക്ക നല്ലൊരു സംഖ്യ ചെല്ലി. ആര് നോക്കാം? തക്ബീർ, അല്ലാഹു അക്ബർ, തക്ബീർ, മുഹമ്മദ് മുസ്തഫ. നല്ലൊരു